ഒന്നേ പറയാനുള്ളൂ, ഇപ്പം ഇങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ ഇതിപ്പം എന്നെ അതിനെപ്പറ്റി പറഞ്ഞു. നമുക്ക് ഒരൊറ്റ പ്രാർത്ഥനയുള്ളൂ, ശത്രുക്കൾക്ക് പോലും ഇങ്ങനെ നമ്മൾക്കൊക്കെ നല്ല മനസ്സുള്ളവരാണ്. അപ്പൊ നമ്മുടെ പ്രാർത്ഥന ഇപ്പൊ ഇത് അറിഞ്ഞാൽ തന്നെ, ഇപ്പൊ അറിഞ്ഞാലും അറിഞ്ഞില്ലല്ലോ ഇങ്ങനെ ഒരു രോഗം ഒരു മനുഷ്യനുണ്ടെന്ന് അറിഞ്ഞാൽ പോലും നമ്മൾ എന്താ. രേണുസുതി, ക്യാൻസർ എന്ന മഹാരോഗം. തുടക്കത്തിൽ തന്നെ ഒരു കാര്യം പറയാം, ഈ ഒരു അസുഖം ഒരാൾക്കും വരാതിരിക്കട്ടെ എന്ന് തന്നെ നമുക്ക് ദിവസവും പ്രാർത്ഥിക്കാം. കാരണം ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഈ ഒരു അസുഖം എത്രത്തോളം ഭീകരമാണ് എന്നുള്ളത്. 2 ദിവസമായിട്ട് സോഷ്യൽ മീഡിയയിൽ കറങ്ങി നടക്കുന്ന ഒരു ചോദ്യമാണ്, രേണുസുതിക്ക് ഈ ഒരു അസുഖമുണ്ടോ എന്നുള്ളത്. ഇന്ന് രാവിലെ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു വീഡിയോ ഞാൻ ചെയ്തപ്പോൾ അപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എനിക്കറിയില്ല, കൺഫേം ആയിട്ട് എനിക്കറിയില്ല ഈ ഒരു അസുഖം അവർക്കുണ്ടോ എന്നുള്ളത്. കാരണം അവരായിട്ട് ഇതുവരെ എങ്ങും പറഞ്ഞിട്ടില്ല അവർക്ക് ഈ അസുഖം ഉണ്ട് എന്നതും. അതുപോലെ തന്നെ ഈ സോഷ്യൽ മീഡിയയിലെ കഥകളൊക്കെ കണ്ടിട്ട് ഇല്ല എനിക്ക് ഈ ഒരു അസുഖമില്ല എന്നും അവർ പറഞ്ഞിട്ടില്ല. കുറച്ച് മണിക്കൂറുകൾക്ക് മുമ്പ് രേണുവിൻ്റെ 2 വീഡിയോ കാണാനിടയായി. ഈ ഒരു അസുഖവുമായി ബന്ധപ്പെട്ട് അവരോട് ചോദ്യം ചോദിച്ചപ്പോൾ അവർ പറയുന്ന ഒരു മറുപടിയുണ്ട്. ആ മറുപടി നിങ്ങൾ കേൾക്കണം. അതുപോലെ തന്നെ അവരുടെ സ്റ്റോറികൾ നോക്കുമ്പോൾ എന്തോ അവർക്ക് പേഴ്സണലി കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട്. അത് ഈ അസുഖത്തിൻ്റെ ആണോ ഇനി അതല്ലെങ്കിൽ വേറെന്തെങ്കിലും ആണോ ഒന്നും എനിക്കറിയില്ല, ഊഹാപോഹങ്ങളാണ്. പക്ഷേ കുറേ കാര്യങ്ങളിലേക്ക് എനിക്ക് വിരൽ ചൂണ്ടി കുറച്ച് കാര്യങ്ങൾ നിങ്ങളെ കാണിച്ചു തരാനുണ്ട്. ആദ്യമേ നമുക്ക് രേണു ലേറ്റസ്റ്റ് ആയിട്ട് ഇട്ടിരിക്കുന്ന ഒരു വീഡിയോ, രേണുവിൻ്റെ തന്നെ എനിക്ക് തോന്നുന്നു പങ്കുള്ള ഒരു ചാനലാണെന്ന് തോന്നുന്നു, എന്താ ടോക്ക് വിത്ത് മീയോ അങ്ങനെ എന്തോ ഒരു ചാനലുണ്ട്. അപ്പോൾ ആ ചാനൽ രേണുവിനോട് ചോദ്യം ചോദിക്കുന്നതാണ്. അപ്പോൾ രേണു അതിന് കൊടുക്കുന്ന മറുപടി ഉണ്ട്, നിങ്ങൾ അതൊന്ന് കേൾക്കൂ, എന്നിട്ട് നമുക്ക് ബാക്കി സംസാരിക്കാം. അതുപോലെ തന്നെ ഈ രേണുസുതിയുമായി ബന്ധപ്പെട്ടുള്ള കോണ്ടന്റുകൾ കാണാൻ താല്പര്യമുള്ളവർ മാത്രം ഈ ഒരു വീഡിയോ കാണാനിരുന്നാൽ മതി, അല്ലാത്തവർക്ക് ഇപ്പോൾ തന്നെ സ്കിപ്പ് ചെയ്ത് പോകാം. അതുപോലെ തന്നെ രേണുസുതിയുമായി ബന്ധപ്പെട്ടുള്ള വീഡിയോകൾ കാണുന്നവർ ഈ ഒരു വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണാൻ ശ്രമിക്കുക, എന്നാലേ നിങ്ങൾക്ക് പ്രോപ്പറായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാവുകയുള്ളൂ. മനസ്സിലായില്ലേ? അല്ലെങ്കിൽ അറ്റവും മൂലയൊക്കെ കേട്ടിട്ട് പോകേണ്ട വരും, അത് നിങ്ങൾക്ക് തന്നെ മടുപ്പായി പോകും. അതുകൊണ്ടാണ് ഇനി നമുക്ക് രേണുസുതി തന്നെ പറയുന്ന കാര്യം അത് ഓരോന്നായിട്ട് കേട്ടു തുടങ്ങാം. അപ്പോൾ ചേച്ചി ഇതേപോലെ സോഷ്യൽ മീഡിയ ഇപ്പോൾ ചേച്ചിക്ക് ഇതേ വരുന്ന പുതിയൊരു വിവാദമാണ്, ചേച്ചിക്ക് ക്യാൻസർ ആണെന്നും അതിനെ സംബന്ധിച്ച് ഒരുപാട് ന്യൂസുകൾ പല കമന്റുകളും ഒക്കെ വരുന്നുണ്ട്. അപ്പൊ ചേച്ചി എന്താണ് അതിനോട് പ്രതികരിക്കാനുള്ളത്? പല അലിഗേഷൻസും ഇതിനു മുന്നേ ഈ പുറത്ത് വിട്ടവരും ഉണ്ടാക്കിയിട്ടുണ്ട്, നിങ്ങൾക്കൊക്കെ അറിയാം. മെഡിക്കലിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ വരെ പല അലിഗേഷൻസ് ഇതിനു മുന്നേ നിങ്ങൾക്കറിയാലോ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നെ പറ്റി. സോ എനിക്ക് ഇതിനെപ്പറ്റി ഒന്നും അതുകൊണ്ട് പറയാനില്ല. ദയവേദി ഇപ്പൊ എനിക്ക് പറയാനുണ്ടെങ്കിൽ എന്തെങ്കിലും എനിക്ക് പറയാനുണ്ടെങ്കിൽ ഞാനത് എന്നെ സ്നേഹിക്കുന്നവർ എന്റെ പ്രേക്ഷകരുടെ മുന്നിൽ ഞാൻ വന്ന് പറഞ്ഞു. എനിക്കിത് ഇപ്പൊ പറയാനുള്ളൂ. രേണുവിന് ഇപ്പോ അതേ പറയാനുള്ളൂ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ വന്ന് പറയാം, മനസ്സിലായില്ലേ? അല്ലാതെ രേണുസുതിക്ക് ഈ അസുഖം ഉണ്ട് എന്ന് രേണു പറയുന്നില്ല, അല്ലെങ്കിൽ ഈ അസുഖം എനിക്കില്ല എന്നും രേണു പറയുന്നില്ല. പിന്നെ ഈ ചോദ്യം ചോദിക്കുന്ന ആളുകൾ, കമന്റ് ബോക്സിൽ വരുന്നവർ എല്ലാവരോടുമായിട്ട് ഞാനൊരു കാര്യം പറയാം, അറ്റ് ലാസ്റ്റ് രേണുവിൻ്റെ ഇഷ്ടമാണ്. അവർക്കൊരു അസുഖമുണ്ടെങ്കിൽ അത് പബ്ലിക്കിനോട് പറയണോ അല്ലെങ്കിൽ പബ്ലിക്കിനോട് പറയണ്ടേ എന്ന് തീരുമാനിക്കാനുള്ള റൈറ്റ് അവർക്കുണ്ട്. മനസ്സിലായോ? അവരായിട്ട് ഇതിനെപ്പറ്റി ഒന്നും ഇതുവരെ വന്ന് പറഞ്ഞിട്ടില്ല. അതാണ് നമ്മൾ എല്ലാവരും മനസ്സിലാക്കേണ്ടത്. ഇതിപ്പോൾ ഇങ്ങനെ പുറത്ത് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കറങ്ങി നടന്ന് നമ്മളെല്ലാവരും അറിഞ്ഞൊരു സംഗതിയാണ്. മനസ്സിലായോ? അവരായിട്ട് ഇതുവരെ പറഞ്ഞിട്ടില്ല. ഒരിക്കലും നമുക്ക് അവരെ ഫോഴ്സ് ചെയ്യാൻ പറ്റില്ല. രേണു പറഞ്ഞേ പറ്റുള്ളൂ. ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ കോൺട്രവേഴ്സികൾ നടക്കുന്നു, ഇങ്ങനെ ചോദ്യങ്ങൾ വരുന്നു, അതുകൊണ്ട് തന്നെ രേണു മറുപടി പറഞ്ഞേ പറ്റൂ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇപ്പോൾ എനിക്ക് ഒരു അസുഖം ഉണ്ടെങ്കിൽ അത് പുറത്ത് പറയണോ വേണ്ടയോ എന്ന് ഞാനാണ് തീരുമാനിക്കുന്നത്. മനസ്സിലായില്ലേ? സമൂഹത്തിന് കേടായിട്ടുള്ളൊരു കാര്യമാണെങ്കിൽ എനിക്കത് പറഞ്ഞേ പറ്റുള്ളൂ. മനസ്സിലായോ? ആളുകൾ ചോദിക്കുമ്പോൾ ഞാൻ പറഞ്ഞേ പറ്റുള്ളൂ. പക്ഷെ ഇവിടെ അതിൻ്റെ ആവശ്യമില്ല. ഇത് അവരുടെ പേഴ്സണൽ കാര്യമാണ്. അവർക്കൊരു അസുഖമുണ്ടെങ്കിൽ അവരത് പറയണോ വേണ്ടയോ എന്ന് അവരാണ് തീരുമാനിക്കേണ്ടത്, നമ്മളല്ല. ഓക്കെ. പിന്നെ എല്ലാവരും മനസ്സിലാക്കേണ്ട വേറൊരു കാര്യം, ഇതിനു മുമ്പും രേണുവിനെതിരെ ഇങ്ങനെയുള്ള അലിഗേഷൻസ് വന്നിട്ടുണ്ട് എന്ന് രേണു തന്നെ പറയുന്നുണ്ട്, ഞാൻ കേട്ടിട്ടുണ്ട്. അതായത് ഈ അബോർഷൻ പരിപാടിയുടെ മെഡിക്കൽ റിപ്പോർട്ടും കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ കിടന്ന് കറങ്ങിയിട്ടുണ്ടായിരുന്നു. എനിക്ക് ആ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്, എനിക്ക് ഓർമ്മയില്ല. വോട്ടെവർ അങ്ങനെയുള്ള കാര്യങ്ങൾ വന്നപ്പോൾ രേണു നല്ല രീതിയിൽ തന്നെ തീയായിരുന്നു, നല്ല ആട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്, ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ഈ ഒരു വിഷയത്തിൽ രേണു ഒന്നും പറയുന്നില്ല. വേണമെങ്കിൽ നമുക്ക് ചോദിക്കാം, എന്താ നീ അന്ന് പറഞ്ഞതല്ലേ, ഇന്നെന്താ നിനക്ക് പറയാൻ പറ്റാത്തതെന്ന് ചോദിക്കാം. പക്ഷേ അങ്ങനെ ചോദിക്കുന്നത് ശരിയായിട്ടുള്ളൊരു നയമായിട്ട് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇത് ചെറിയൊരു അസുഖമല്ല, അവർക്ക് ആ ഒരു അസുഖം ഇല്ലാതിരിക്കട്ടെ എന്നാണ് എൻ്റെ പ്രാർത്ഥന. മനസ്സിലായോ? അതുകൊണ്ട് തന്നെ അതിനെപ്പറ്റി സംസാരിക്കാൻ ഒരിക്കലും നമുക്കവരെ ഫോഴ്സ് ചെയ്യാൻ പറ്റില്ല. അതെല്ലാവരും ഒന്ന് മനസ്സിലാക്കുക. ജസ്റ്റ് ഒരു കണ്ടന്റ്, അങ്ങനെ മാത്രമേ ഞാൻ ഇതിനെപ്പറ്റി സംസാരിക്കുന്നുള്ളൂ. അല്ലാതെ ഒരാളുടെ അസുഖം അതിനെപ്പറ്റി എനിക്ക് കുത്തിക്കീറി സംസാരിക്കണ്ട.
ഇനി ഞാൻ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് വീഡിയോയും രേണുവായിട്ട് ഇനി ഏതെങ്കിലും കാലത്ത് എന്തെങ്കിലും പറയുകയാണെങ്കിൽ മാത്രം നമ്മൾ സംസാരിക്കും. അതല്ലാതെ ഇനി സംസാരിക്കാൻ പോകുന്നില്ല. നമുക്ക് ബാക്കി കുറച്ചും കൂടി ഒന്ന് കേൾക്കാം. എന്നിട്ട് കുറച്ച് കാര്യം കൂടെ ഒന്ന് ക്ലിയർ ആക്കാനുണ്ട്. ഇത് എന്തായിരിക്കും പെട്ടെന്ന് ഇങ്ങനെ ഒരു ഇത് വരാൻ? കുറെ പേര് പറഞ്ഞത് ഇത് ഫേക്കാന്ന്, കുറെ പേര് പറയുന്നുണ്ട്, അവർക്ക് കിട്ടണം എന്നൊക്കെ പറഞ്ഞ് കുറെ നെഗറ്റീവ് അങ്ങനെ വരുന്ന കുറെ ആൾക്കാരുകൾ. എനിക്ക് അതിനെപ്പറ്റി ഞാൻ പറഞ്ഞില്ല, ഇതിന് മുന്നേ അലിഗേഷൻസിന്റെ ഒരു നിര തന്നെ എനിക്കെതിരെ വന്ന ഒരു വേറൊരു ഹോസ്പിറ്റലിന്റെ പേരും പറഞ്ഞു ഒരുപാട് ഇങ്ങനെ വന്നിട്ടുണ്ടല്ലോ. ഇതൊക്കെ നിങ്ങൾ കാണുന്ന പോലെ തന്നെയാണ് ഞാനും കാണുന്നത്. അതെ അതെ അതെ. പിന്നെ ഒന്നേ പറയാനുള്ളൂ, ഇപ്പം ഇങ്ങനെ ഉണ്ടെങ്കിലും നമ്മൾ ഇതിപ്പം എന്നെ അതിനെപ്പറ്റി പറഞ്ഞു, നമുക്ക് ഒരൊറ്റ പ്രാർത്ഥനയുള്ളൂ, ശത്രുക്കൾക്ക് പോലും ഇങ്ങനെ നമ്മൾക്കൊക്കെ നല്ല മനസ്സുള്ളവരാണ്. അപ്പൊ നമ്മുടെ പ്രാർത്ഥന ഇപ്പൊ ഇത് അറിഞ്ഞാൽ തന്നെ, ഇപ്പൊ അറിഞ്ഞാലും അറിഞ്ഞില്ലല്ലോ ഇങ്ങനെ ഒരു രോഗം ഒരു മനുഷ്യനുണ്ടെന്ന് അറിഞ്ഞാൽ പോലും നമ്മൾ എന്താ ഓർക്കുന്നത്, ദൈവമേ ശത്രുക്കൾക്ക് പോലും ഇത് വരണ്ടേ. എല്ലാവരുടെ മനസ്സിൽ നമ്മൾ എല്ലാരെ പറ്റി പ്രാർത്ഥനയോടെ ഇരിക്കുക, ഇഷ്ടമായ ചിന്തകൾ വിടുക, ഇതൊക്കെ എനിക്ക് പറയാനുള്ളത്. രേണു ആ പറഞ്ഞതിൽ ഒന്ന് കിഴിഞ്ഞ് ചിന്തിക്കാൻ പോയാൽ എവിടെയൊക്കെയോ നമുക്ക് സംശയങ്ങൾ തോന്നും, ഇല്ലേ? സംശയം തോന്നും, അതിൽ നമുക്ക് ആരെയും കുറ്റം പറയാൻ പറ്റില്ല. പക്ഷെ എന്തൊക്കെയാണെങ്കിലും അവരൊന്നും പറയാത്തോടത്തോളം കാലം ഈ കമന്റ് ബോക്സിൽ ചെന്നിട്ട് ചില ആളുകൾ, ഞാനും കണ്ടു ചില കമന്റുകൾ, അവർക്ക് അങ്ങനെ തന്നെ വേണം, നീ ഇതൊക്കെ കാണിച്ച് നടന്നുകൊണ്ടല്ലേ, അങ്ങനെയുള്ള കാര്യങ്ങൾ പറയരുത് പ്ലീസ്. അത് മാത്രം പറയരുത്, അത് ശരിയല്ല. അവർ ചെയ്ത് നടന്നതോ അല്ലെങ്കിൽ അവർ സബ്സ്ക്രിപ്ഷൻ ഈ പരിപാടിയോടൊന്നും നമ്മൾ യോജിക്കുന്നില്ല. പക്ഷെ അതൊന്നും ഇപ്പോൾ വന്ന് കുത്താതിരിക്കുക, മനസ്സിലായോ? പ്രത്യേകിച്ച് അവരൊന്നും പറഞ്ഞിട്ടില്ല, അവർക്കില്ല എന്നൊരു കാര്യം അവർ പറഞ്ഞായിരുന്നെങ്കിൽ വേണമെങ്കിൽ ഓക്കെ, നിങ്ങൾ പറഞ്ഞോ. പക്ഷെ ഇതുവരെ ആ സ്ത്രീ ഒന്നും പറഞ്ഞിട്ടില്ല. നമുക്കറിയില്ല അവരുടെ മാനസികാവസ്ഥ. ചിലപ്പോൾ ഇങ്ങനെ ഒരു അസുഖം ഉണ്ടെങ്കിൽ ഇല്ല, അവർക്കില്ല, അങ്ങനെ തന്നെ വിശ്വസിക്കാം നമുക്ക്. അങ്ങനെ ഞാൻ എൻ്റെ മനസ്സിനെ വിശ്വസിപ്പിക്കാൻ പോവുകയാണ്. കാരണം ഒരിക്കലും നമ്മൾ അങ്ങനെ വിശ്വസിക്കുന്നത്, ലൈക്ക് ഒരാൾക്ക് അവർക്ക് അസുഖമുണ്ട് അത് നമ്മൾ വിശ്വസിച്ച് അതിൻ്റെ ആവശ്യമില്ല, വിട്ടുകളയുക. ഞാൻ എൻ്റെ മനസ്സിനെ അതാണിപ്പോൾ പറഞ്ഞ് പഠിപ്പിക്കുന്നത്. അവരായിട്ട് എന്നിട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പറയട്ടെ, അപ്പോൾ നമുക്ക് സംസാരിക്കാം. പിടികിട്ടിയോ? അല്ലാതെ ഒന്നും വേണ്ട. ഇത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് മിക്കവാറും ഞാൻ ചെയ്യുന്ന അവസാനത്തെ വീഡിയോ ആയിരിക്കും. ഇനി അവരായിട്ട് എന്തെങ്കിലും ഒന്ന് പറയാതെ നോ മോ വീഡിയോ അബൌട്ട് രേണു ഓർ അവരുടെ ഈ ഒരു അസുഖവുമായി ബന്ധപ്പെട്ട് ഇനി ആരൊക്കെ എന്തൊക്കെ വന്ന് റിപ്പോർട്ട്സ് ഇട്ടെന്ന് പറഞ്ഞാലും, ഇനി ആരൊക്കെ എന്തെങ്കിലുമൊക്കെ വലിച്ചു കീറിയെന്ന് പറഞ്ഞാലും എനിക്ക് ചെയ്യാൻ താല്പര്യമില്ല. അവരായിട്ട് ക്ലിയർ ഒരു പിക്ചർ നമുക്ക് തരുന്നോടം വരെ. മനസ്സിലായോ? കുറച്ചും കൂടെ നമുക്കൊന്ന് കേൾക്കാനുണ്ട്. പല 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 ഇതും പറഞ്ഞ് ഇനിയിപ്പോ ക്യാൻസർ വരെ എത്തി. ഇപ്പൊ ഒന്നും തന്നെ പറയാനില്ലല്ലേ ചേച്ചി? ഒന്നും തന്നെ പറയാനില്ല. ഇനിയിപ്പോ ഒന്നും പറയാനില്ല എനിക്ക്. സമയമാകുമ്പോ അല്ലെങ്കിൽ സമയമല്ല, എനിക്ക് പറയാൻ എന്തെങ്കിലും ഒരു കാരണം അല്ലെങ്കിൽ എനിക്ക് പറയാനുണ്ടെങ്കിൽ എനിക്ക് എന്റേതായ ഇപ്പൊ ഇവരൊക്കെ പറഞ്ഞാൽ എന്റെ വായിൽ നിന്ന് കേൾക്കാനാണ് എല്ലാവരും എന്താണ് സത്യം അല്ലെ, നിങ്ങളൊക്കെ ആഗ്രഹിക്കുന്ന അങ്ങനെ. എനിക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഞാൻ പ്രേക്ഷകരോട് നേർക്ക് നേരെ എന്ന് പറയും. അത് ഇത്രയും നാളും അങ്ങനെ ആയിരുന്നല്ലോ. നിങ്ങൾക്കറിയാം, ഞാൻ എന്തെങ്കിലും ഒരു ക്വസ്റ്റിന് ആൻസർ പറയാതിരുന്നിട്ടുണ്ടോ? എന്റെ പ്രേക്ഷകർക്ക് മുന്നേ ഞാൻ എന്തായാലും, എന്നെ സ്നേഹിക്കുന്ന കുറെ ആളുകൾക്ക് മുന്നേ ഞാൻ എന്തായാലും എന്താ പറയാ, എനിക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ, ഇപ്പോഴും ഞാൻ പറയാണ്, എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഞാനത് പറഞ്ഞു. തോന്നുന്നുണ്ടോ? ഞാൻ വളരെ ഹാപ്പി അല്ലേ? ഒരു മൂക്കിപ്പനി വന്നത് കേട്ടാ പലരും തലകറങ്ങി താഴെ വീഴുന്ന കാലഘട്ടം. ക്യാൻസർ എന്നൊരു അസുഖം ഇങ്ങനെ പറഞ്ഞാൽ ആരാണ് ഇങ്ങനെ നടക്കുന്നത്? നിങ്ങൾക്കറിയാമല്ലോ. നീ ഇതിനെപ്പറ്റി എനിക്കൊന്നും പറയാം. രേണു പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചല്ലോ അല്ലെ? രേണു തന്നെ രണ്ടും പറയുന്നുണ്ട്. അതായത് ഇങ്ങനൊരു അസുഖം വന്നാൽ ആരായിരിക്കും ഇങ്ങനെ നടക്കുക. പിന്നെ രേണു തന്നെ പറയുന്നുണ്ട്, ഇന്നത്തെ കാലത്ത് ഒരു ചെറിയ പനി വന്നാൽ എല്ലാവരും വീണു പോകുന്നതാണ്, പക്ഷെ ഞാൻ ഇപ്പോഴും എന്താ ഇങ്ങനെ ചാടിത്തുള്ളിയല്ലേ നടക്കുന്നത്. വാട്ട് എവർ ഹാപ്പൻഡ് എല്ലാം നല്ലതിനാവട്ടെ. മനസ്സിലായില്ലേ? അങ്ങനെ ഒരു അസുഖം അവർക്ക് ഉണ്ടാകാതിരിക്കട്ടെ. ഒരാൾക്കും വീണ്ടും ഞാനത് പറയും. കാരണം നമ്മൾ നേരിട്ട് കണ്ടിട്ടുണ്ട് ഇങ്ങനെയുള്ള അസുഖം വന്ന ആളുകളുടെ ഒരു അവസ്ഥ. അതിപ്പം ഒരു ശത്രുവിനാണെങ്കിൽ പോലും ഇനി ഉണ്ടാവരുതേ എന്നുള്ളൊരു പ്രാർത്ഥന അതെനിക്ക് എപ്പോഴും ഉണ്ട്. മനസ്സിലായോ? രേണു ഒരിക്കലും എൻ്റെ ശത്രുവല്ല. ഈ സോഷ്യൽ മീഡിയയിൽ വന്ന് പല കാര്യങ്ങൾ കാണിക്കുമ്പോൾ നമ്മൾ വിമർശിക്കാറുണ്ട്, പല കാര്യങ്ങളോടും യോജിക്കാൻ പറ്റാത്തതുണ്ട്, ഇപ്പോഴും അത് പറയും. പക്ഷെ എന്ന് വെച്ചിട്ട് ഒരു അസുഖം താല്പര്യമില്ല. പിന്നെ രണ്ടാമത്തെ ആ ഒരു വീഡിയോയിലാണെങ്കിൽ പോലും എനിക്ക് ആ അസുഖം ഇല്ല അല്ലെങ്കിൽ എനിക്ക് ആ അസുഖമുണ്ട് എന്നവർ പറഞ്ഞിട്ടില്ല. മനസ്സിലായില്ലേ? അവർക്ക് ജനങ്ങളോട് പറയാൻ ഒരു സമയം വരുമ്പോൾ അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും പറയണമെന്നുള്ളപ്പോൾ അവർ വന്ന് പറയും എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. മനസ്സിലായില്ലേ? എന്ന് വെച്ചിട്ട് ഇവിടെ ഇനിയും കുറേ ആളുകൾ കടിപിടി കൂട്ടണ്ട. അതായത് അവർക്ക് അസുഖമുണ്ട്, ഇല്ല അവർക്ക് അസുഖമില്ല എന്നും പറഞ്ഞ് അങ്ങനെ ഒരു ടോക്ക് വേണ്ട. ഞാനും അത് ഇപ്പോൾ കുറച്ചും കൂടെ റിയലൈസ് ചെയ്യുന്നുണ്ട്, വേണ്ട. അതുകൊണ്ട് തന്നെയാണ് നേരത്തെയും പറഞ്ഞത്,
ഈ ഒരു അസുഖം അല്ലെങ്കിൽ രേണുസുതിയുടെ ഈ ഒരു അസുഖം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഈ ഒരു ടോപ്പിക് ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ നിർത്തുകയാണ്, ഈ ഒരു കോണ്ടന്റ്. ഇനി അവരായിട്ട് എന്തെങ്കിലും പറയുമ്പോൾ അപ്പം മാത്രം, മനസ്സിലായോ? ഈ 2 വീഡിയോ, ഇപ്പം നിങ്ങൾ കണ്ട ഈ 2 വീഡിയോയ്ക്ക് മുമ്പ് രേണു ഒരു ഡാൻസ് കളിക്കുന്ന ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ അടിയിൽ രേണു എഴുതിയിട്ടിരിക്കുന്ന ഒരു കാര്യമുണ്ട്, ഞാനതിവിടെ കാണിച്ചു തരാം. നോ ഫിൽട്ടർ, ഐ ആം ഫൈറ്റർ എന്ന് പറയുന്നൊരു സാധനം. കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ രേണു ഇട്ടപ്പോഴും ഇതുപോലൊരു റൈറ്റിംഗ് ആയിരുന്നു രേണു അവിടെ കൊടുത്തിരിക്കുന്നുണ്ടായിരുന്നത് ടൈറ്റിൽ. പക്ഷേ രേണു അത് പിന്നീട് മാറ്റി, മനസ്സിലായോ? ഇതൊക്കെ കൂട്ടി വായിക്കുമ്പോൾ എവിടേക്കോ അവർക്ക് താല്പര്യമില്ലായിരിക്കും പറയാൻ, പക്ഷേ എന്തോ സംതിങ് ഈസ് റോങ് എന്നൊരു സാധനം നമുക്ക് എല്ലാവർക്കും ഫീൽ ചെയ്യും. അത് കുറച്ചും കൂടെ ഫീലാക്കി തരുന്ന ഒരു സാധനം രേണു സ്റ്റോറിയിൽ ഇട്ടിട്ടുണ്ട്, രേണുവിൻ്റെ ഇന്നത്തെ ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിൽ. അത് ഇങ്ങനെയാണ്: യഹോവ എന്നെ കഠിനമായി ശിക്ഷിച്ചു, എന്നാലും അവൻ എന്നെ മരണത്തിന് ഏൽപ്പിച്ചിട്ടില്ല. ഇത് ക്രിസ്ത്യൻസിനെ കുറച്ചും കൂടെ കണക്ട് ചെയ്യാൻ പറ്റുമായിരിക്കും, മനസ്സിലായോ ഇതിൻ്റെ ഒരു അർത്ഥം? അതുകൂടാതെ ഇത്രയും നാൾ ഞാൻ രേണു ഒരു പള്ളിയിൽ പോയി ഇരിക്കുന്നതോ ഒന്നും കണ്ടിട്ടില്ല. എന്നാൽ ഇന്ന് രേണു അവരുടെ സ്റ്റോറിയിൽ ഇട്ടിരിക്കുന്ന ഒരു വീഡിയോ ആണ് ഇത്. പള്ളിയുടെ ഫ്രണ്ടിൽ പോയി മെഴുകുതിരിയൊക്കെ കത്തിക്കുന്ന ഒരു സാധനം. ഇതൊക്കെ കാണുമ്പോൾ സാധാരണ ചെയ്യുന്ന ഒരു പരിപാടിയൊന്നും ചെയ്യാതെ ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ രേണു ഇങ്ങനത്തെ ഒരു പോസ്റ്റ് ഇടുക, അതിന് ശേഷം പള്ളിയിൽ പോയി അകത്തിരുന്ന് പ്രാർത്ഥിക്കുന്ന ഒരു ഫോട്ടോയും ഒക്കെ ഇട്ടിട്ടുണ്ട്. ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് എല്ലാവർക്കും സംശയം തോന്നും, സംതിങ് ഈസ് ദെയർ, സംതിങ് ഈസ് റോങ് എന്നൊരു സാധനം നമുക്ക് തോന്നുമെങ്കിൽ പോലും ആ തോന്നൽ ഞാൻ എൻ്റെ ഉള്ളിൽ വെക്കുകയാണ്. ഞാൻ അതിനെപ്പറ്റി ഒന്നും വിശദീകരിക്കാൻ പോകുന്നില്ല. ഇനി എന്തെങ്കിലും, നേരത്തെ പറഞ്ഞതുപോലെ ഇനി എന്തെങ്കിലും അവരായിട്ട് വന്ന് പറയട്ടെ, അതാണ് നല്ലത് എന്നാണ് എനിക്ക് ഇപ്പോൾ പറയാനുള്ളത്. അതുപോലെ തന്നെ ഈ കമൻറ്റ് ബോക്സിൽ, നേരത്തെയും പറഞ്ഞതുപോലെ കമൻറ്റ് ബോക്സിൽ പോയി ഈ മോശമായിട്ടുള്ള നീ അനുഭവിക്കണം അങ്ങനെയുള്ള ഒരുപാട് കമൻറ്റുകൾ നമ്മൾ കണ്ടു. അങ്ങനെയുള്ള സാധനങ്ങൾ പറയാതിരിക്കും പ്ലീസ്. അത് കാണുമ്പോൾ നമുക്ക് തന്നെ, നമ്മൾ ഏറ്റവും കൂടുതൽ വിമർശിക്കുന്ന ഒരു വ്യക്തിയാണ് രേണുസുതി, ഞാനൊക്കെ. പക്ഷേ എനിക്കൊക്കെ തന്നെ ഈ സാധനം കാണുമ്പോൾ ഉണ്ടല്ലോ ഭയങ്കരമായിട്ടൊരു സങ്കടം വരുന്നു. എന്തിനാണ് ആളുകൾ ഇങ്ങനെ? ചില ആളുകളേ ഉള്ളൂ കേട്ടോ, കുറേ ആളുകൾ അവരെ സപ്പോർട്ട് ചെയ്യുന്നത് കാണുന്നുണ്ട്, സപ്പോർട്ട് ചെയ്യുക. പക്ഷേ പ്രത്യേകിച്ച് ഈ ഒരു അസുഖത്തിൻ്റെ ഒരു കേസൊക്കെ ഇങ്ങനെ സംസാരം വരുമ്പോഴത്തേക്ക് കുറേ ആളുകൾ അയ്യോ ഇനിയിപ്പോൾ അസുഖമാണെങ്കിലും അല്ലെങ്കിലും അങ്ങനെയൊന്നും വരാതിരിക്കട്ടെ എന്ന് പറയുന്ന ഒരുപാട് കമൻറ്റ്സ് കണ്ടു. അതോടൊപ്പം തന്നെയാണ് ഇങ്ങനെയുള്ള ചില കമൻറ്റുകൾ, നീ അനുഭവിക്കണം, നിനക്ക് വരണം. അങ്ങനെയുള്ള സാധനങ്ങൾ പറയാതിരിക്കുക. വോട്ടവ എന്തും ആയിക്കോട്ടെ, ഒരു അസുഖത്തിനെ ചൊല്ലിയിട്ടുള്ളൊരു സംസാരമാണ്. അതുകൊണ്ട് തന്നെ പറയാതിരിക്കുക. ഞാൻ ഈ പറഞ്ഞത് എൻ്റെ അഭിപ്രായം മാത്രമാണ് കേട്ടോ, എൻ്റെ മാത്രം അഭിപ്രായം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ പറഞ്ഞോളൂ. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് എത്രയും പെട്ടെന്ന് കാണാം. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും സ്റ്റേ ട്യൂൺഡ് ആൻഡ് സ്റ്റേ വിയേർഡ്.